ഗുണ്ടാതലവൻ ആൽത്തറ വിനീഷ് വധക്കേസിൽ വനിതാ ഗുണ്ടാ നേതാവ് ശോഭ ജോൺ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരുന്നു. തിരുവനന്തപുരം 5ാം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. വിചാരണയ്ക്കിടെ പ്രധാന സാക്ഷികൾ മരിച്ചതും മറ്റ് സാക്ഷികൾ കൂറുമാറുകയും ചെയ്തതിന് പിന്നാലെയാണ് പ്രതികളെ കോടതി വെറുതെ വിട്ടത്. അനിൽകുമാർ, രാജേന്ദ്രൻ, ശോഭ ജോൺ, രതീഷ്, ചന്ദ്രബോസ്, സാജു, വിമൽ, രാധാകൃഷ്ണൻ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. ശോഭ ജോൺ നടത്തിവന്ന നിയമവിരുദ്ധ ബിസിനസ്സുകളിൽ നിന്നും ഗുണ്ടാപിരിവ് ചോദിച്ചതും ശോഭയുടെ ഭർത്താവ് കേപ്പൻ അനിയുടെ സഹോദരനെ കൊലപ്പെടുത്തിയതിൽ പ്രധാന പങ്കുവഹിച്ചതും നഗരത്തിലെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും ബിസിനസ് വൈരാഗ്യവുമാണ് വിനീഷിൻ്റെ കൊലക്ക് കാരണമായതെന്നാണ് കേസ്. 2009 ആഗസ്റ്റിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഗുണ്ടാ നേതാവ് നഗരത്തിലെ മുന്തിയ ഹോട്ടലുകൾ, മണൽ ലോറികൾ, കോറി, മണ്ണ് മാഫിയ തുടങ്ങിയവരിൽ നിന്നും ഗുണ്ടാപിരിവ് നടത്തുകയും കൂലിത്തല്ല്, അടിപിടി തുടങ്ങിയ അനവധി കേസുകളിലെ പ്രതിയുമായിരുന്നു ആൽത്തറ വിനീഷ്. ഇയാൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ മുന്നിൽ കോടതി ഉത്തരവിട്ട ജാമ്യ വ്യവസ്ഥ പാലിക്കാനായി രജിസ്റ്ററിൽ ഒപ്പിട്ട് പുറത്തിറങ്ങിയ ഉടനെ ശോഭ ജോണിൻ്റെ ഗുണ്ടാ സംഘം പട്ടാപ്പകൽ പോലീസ് ആസ്ഥാനത്തിന് സമീപം വെട്ടിവീഴ്ത്തുകയായിരുന്നു. വെട്ടുകൊണ്ട് ഓടിയ വിനീഷ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായിരുന്ന റാവുവിൻ്റെ കരിങ്കൽ മതിൽ ചാടിക്കടന്നെങ്കിലും ഗുണ്ടകൾ സംഘം ചേർന്ന് വാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് പോലീസ് കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ പറയുന്നതാണ്. കമ്മീഷണർ ഓഫീസിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് വിനീഷിനെ സ്കെച്ച് ചെയ്ത് ശോഭ ജോണിന് ഒറ്റിക്കൊടുത്ത് വിവരം കൈമാറിയതെന്ന ആരോപണവുമുണ്ട്. കൊല്ലപ്പെടുന്നതിന് 6 മാസം മുമ്പ് വിനീഷ് വെള്ളയമ്പലം ബുറാക്ക് ഹോട്ടലിൽ ചെന്ന് ഗുണ്ടാപിരിവ് ചോദിച്ചിരുന്നു. എന്നാൽ മുതലാളി സ്ഥലത്തില്ലെന്നും മുതലാളി പറയാതെ പണം തരാൻ പറ്റില്ലെന്നും ക്യാഷ്യർ അറിയിച്ച ഉടനെ വാളുകൊണ്ട് വെട്ടി വിനീഷ് ക്യാഷ്യറുടെ കൈക്ക് മാരകമായി പരിക്കേൽപ്പിക്കുകയും ക്യാഷ് കൗണ്ടറിലെ പണം പിടിച്ചുപറിച്ച് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. നഗരത്തിലെ സമ്പന്നരുടെ മക്കളെ തൻ്റെ സംഘത്തിൽ ചേർത്ത് അവരെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിച്ച് അവർക്ക് പുറത്തിറങ്ങാനാവാത്ത വിധം തൻ്റെ വരുതിയിൽ നിർത്തുന്നതും വിനീഷിൻ്റെ ഒരു രീതിയായിരുന്നു. നഗരത്തിൽ ശോഭ ജോൺ നടത്തി വന്ന നക്ഷത്ര വേശ്യാലയം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ബിസിനസ്സിൽ നിന്നും ഗുണ്ടാപിരിവ് ചോദിച്ചതും ശോഭയുടെ ഭർത്താവ് കേപ്പൻ അനിയുടെ സഹോദരനെ കൊലപ്പെടുത്തിയതും ബിസിനസ് വൈരാഗ്യവുമാണ് വിനീഷിൻ്റെ കൊലയ്ക്ക് കാരണമായതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഈ കേസിൻ്റെ വിചാരണ ഇടയ്ക്ക് തടസ്സപ്പെട്ടിരുന്നു. 2010 കേസ് വിചാരണ കോടതിയിൽ അയച്ചെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിലെ അന്നത്തെ ജൂനിയർ സൂപ്രണ്ട് തൊണ്ടിമുതലുകൾ അയച്ചിരുന്നില്ല. തൊണ്ടിമുതലുകൾ ഹാജരാക്കാൻ 1 മാസം സമയം വേണമെന്ന് ജൂനിയർ സൂപ്രണ്ട് അപേക്ഷ സമർപ്പിച്ചു. അപേക്ഷ അനുവദിച്ച സെഷൻസ് ജഡ്ജി തൊണ്ടിമുതലുകൾ ഹാജരാക്കാൻ ഉത്തരവിട്ടു. കേസ് വിചാരണ ഷെഡ്യൂൾ ചെയ്യാനിരിക്കെയാണ് നിർണായക തൊണ്ടിമുതലുകൾ മിസ്സിംഗ് ആയ വിവരം വിചാരണ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. 2015 മാർച്ച് 27 വിചാരണ തുടങ്ങാനായി കോടതി കുറ്റം ചുമത്താനിരിക്കെ 4ാം പ്രതി ചന്ദ്രബോസും 5ാം പ്രതി അറപ്പ് രതീഷും കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോയി. തുടർന്ന് കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് ഉത്തരവ് നടപ്പിലാക്കി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന കാലതാമസമാണ് വിചാരണ ആരംഭിക്കൽ വൈകിപ്പിച്ചത്. തുടർന്നാണ് ശോഭ വിടുതൽ ഹർജിയെന്ന അടവ് തന്ത്രം പയറ്റിയത്. എന്നാൽ 2026 ആയതോടെ ആൽത്തറ വിനീഷ് കൊലക്കേസിലെ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിടുകയായിരുന്നു. കേരളത്തിൽ ഗുണ്ടാ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വനിതാ കുറ്റവാളിയാണ് ശോഭ ജോൺ. ശബരിമല തന്ത്രിക്കേസ്, ആൽത്തറ വിനീഷ് വധം, വരാപ്പുഴ പെൺവാണിഭം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ശോഭ ജോണിനെതിരെ കേസുകളുണ്ടായിരുന്നു. ഉള്ളൂരിലെ ബ്യൂട്ടി പാർലറിൽ എത്തുന്നവരെ ഇടപാടുകാരാക്കി പെൺവാണിഭം നടത്തിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. പെൺകുട്ടികളെ കാഴ്ചവെച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ രഹസ്യമായി ക്യാമറയിലാക്കി ബ്ലാക്ക്മെയിൽ ചെയ്തു പണം തട്ടുകയായിരുന്നു പ്രധാന പരിപാടിയെന്നാണ് പോലീസ് പറയുന്നത്. ബ്ലേഡ് മാഫിയ വഴി കൊള്ളപ്പലിശക്ക് പണം നൽകുക, ഗുണ്ടാ സംഘങ്ങളെ വിട്ട് എതിരാളികളെ ഭീഷണിപ്പെടുത്തുക എന്നിവയും പതിവായിരുന്നുവെന്നും പോലീസ് പറയുന്നു. വരാപ്പുഴ പീഡനക്കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 34 കേസുകളിൽ 26ലും ശോഭ ജോൺ തന്നെയാണ് 1ാം പ്രതി.